എന്ത് പറ്റി കൊറേ കാലമായാലും ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കാര്യമുള്ളപ്പോ വന്നാ മതിയല്ല. ഇൻസ്പയർ ചെയ്യുന്ന ഒരു ട്രാവലർ ആണ് അരുണുമാണ് നമ്മുടെ കൂടെ ഇന്ന് ഗസ്റ്റ് ആയിട്ടുള്ളത്. ഒരു പെൺകുട്ടിനെ സംബന്ധിച്ചിടത്തോളം ആൺകുട്ടീനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഈസി അല്ല ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. സ്വാഭാവികം. എനിക്ക് ഗേൾ ആയതുകൊണ്ട് കുറച്ചുകൂടി ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു സ്ഥലത്ത് ചെന്ന് ഇപ്പോ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാത്രി ഇപ്പൊ ഞാൻ എവിടെയെങ്കിലും പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് ബാക്ക് പാക്ക് ഒക്കെ ആയിട്ട് നിൽക്കുവാണെങ്കിൽ ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണോന്ന് വന്ന് ചോദിക്കും. ഞാൻ വരുന്നോ ആരെങ്കിലും ചോദിച്ചാലേ ചേച്ചിയുടെ ഭർത്താവാണെന്ന് പറഞ്ഞാൽ മതി. പിന്നെ അടുത്തൊരു കോട്ട് ഇട്ടേക്കുന്നത് LGBTQ+I. ഓക്കെ, ഞാൻ ബൈസെക്ഷൽ ആണ്. അപ്പോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടത്. ഇങ്ങനെ തന്നെ വേണം. ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കുകയാണ്, ഇപ്പൊ ഭാവിയിൽ ഒരു പാർട്ട്ണറിനെ തെരഞ്ഞെടുക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കും? ഞാൻ അങ്ങനെയൊന്നും ഒരുപാട് ചിന്തിച്ചെത്തിയിട്ടില്ല. അതിനി പാർട്ട്ണറെ തേടുമോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. അതാണ് ഇതെന്താണ് കോയ ഇങ്ങനെ ഓടിച്ചാടി നടന്ന് കാലം കഴിച്ചാ മതിയാ, നമുക്കൊരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? ഈ ബോഡി പിയേഴ്സിംഗ് ഒക്കെ ഞാൻ മൂക്കൂത്തിട്ടുണ്ട്, പക്ഷെ ഇവിടെയൊക്കെ പിയേഴ്സ് ചെയ്യാതെ പേടിയില്ലേ? ലൈക്ക് പെയിൻ അല്ലേ? എനിക്ക് ആക്ച്വലി പേടിയുള്ള കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വെള്ളം എനിക്ക് പേടിയാണ്, എന്നാലും ഞാൻ ലൈഫ് ജാക്കറ്റ് ഇട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാറുണ്ട്. എനിക്ക് എന്തെങ്കിലും കാര്യത്തിനോട് പേടി ഉണ്ടെങ്കിൽ പോലും ഞാൻ അത് ചെയ്യാതിരിക്കാറില്ല. നീ ആള് കൊള്ളാമല്ലോടാ. ഓക്കെ, ആഫ്രിക്ക തന്നെയാണ്, എത്യോപ്യയിലാണ്. അത് എന്താ ആചാരം? ആചാരമല്ല ആക്ച്വലി, അത് അതായത് അവരുടെ ലൈഫ് സ്റ്റൈലാണ്. അവിടെയുള്ള സ്ത്രീകള് താഴെ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും, ഒരു മുണ്ട് പോലെ. പക്ഷെ മോൾ ഭാഗത്ത് അവര് വസ്ത്രമൊന്നും ധരിക്കില്ല. പക്ഷെ അവരുടെ ഒരു ട്രഡീഷന്റെ ഭാഗമായിട്ട് ഇങ്ങനെ മൊത്തം മാലയൊക്കെ ഇട്ടിട്ടുണ്ടാവും. പബ്ലിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഞാനിങ്ങനെ വസ്ത്രം ഇല്ലാതെ, മോൾ വസ്ത്രം ഇല്ലാതെ ഇങ്ങനെ നിക്കുക എന്ന് പറയുന്നത് നടക്കുന്നു. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. എനിക്ക് കിടന്നാൽ ഉറക്കം. പോട്ടെ, അമ്പി പോനെ പോട്ടറ. അറിയൊന്നും വിചാരിക്കില്ലേ മക്കളെ, നമ്മളോടൊന്നും തോന്നല്ലേ?